Daily how many kilometers will go? 500, 600. 500 kilometers, sir. വണക്കം, ഞാൻ ഹരീഷ്. സൗണ്ടൊക്കെ പോയി, ഭയങ്കര മാറ്റായി സൗണ്ട്. ഇപ്പം നമ്മളുള്ള ഹൈദരാബാദിലാണ്. ഇവിടുന്ന് ഇനി നാഗ്പൂരിലേക്കാണ് പോണത്. ഏകദേശം ഒരു 9 മണിക്കൂറിൻ്റെ ടൈം എടുക്കും. ഞാൻ നല്ല പറഞ്ഞ പോലെ ഇതാണ് റൂം. ഇതിനൊരു 1000 രൂപയായിട്ടുള്ള. वो लगेज ड्रेस वगैरह रखने के लिए मतलब हाँ प्रयागराज हाँ സ്കൂൾ ടൈം ആയ കാരണേ ഭയങ്കര തിരക്കായി തുടങ്ങി. അപ്പോൾ ആദ്യം നമുക്ക് ടൗണിൽ നിന്ന് മാറാം, അതായിരിക്കും മികച്ചത്. എന്നിട്ട് വഴിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മളവിടെ കാളവണ്ടികളൊക്കെ ഇല്ലാണ്ടായതും തീരെ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പോഴും കാളവണ്ടി. അതോരോ കാള നോക്കി, ഒരു പ്രത്യേക കാളവണ്ടി അവരുടെ വടി വെച്ചിട്ടുള്ള സൈഡിലേക്ക് നോക്കി. വലിയ കാളകള്, കാളവണ്ടി പോണു. എന്താ കാളവണ്ടിയെ ഒരാളൊന്ന് ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും കാളവണ്ടിക്കാരൻ വന്നിട്ട് മേത്തിരിക്കും. ചിലപ്പോൾ ചെറുത് തൊട്ട് വലുത് അല്ലാണ്ട് മെയിൻ പരിപാടി ആടിന് മേക്കില്ലാന്ന് തോന്നുന്നുണ്ട്. ഇതെന്തൊരു സാധനം നോക്കണേ. എനിക്ക് തോന്നുന്നത് ഞാൻ നാള് മറ്റേ കമ്പം കൂടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ചെടിയാന്ന് തോന്നുന്നുണ്ട്. ഓ ആടുകൾ അങ്ങോട്ട് പോയി, അവരങ്ങോട്ട് വെച്ചു. നല്ല വെയില്. സാധനം തോന്നുന്നുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ റാഗിച്ച എന്തൊരു സാധനമുണ്ട്. കമ്പം കൂടുന്നുണ്ട് സാധനം. ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചില്ലേ അതിൻ്റെ പക്ഷെ നമ്മൾ എന്തടിച്ചിട്ടുണ്ട് അവര് കയ്യെ കൊട്ടി പിടിക്കുന്നുണ്ട്. മരുന്ന് കളിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയിട്ട് കാണാൻ. അത് ഈ ഏരിയ മൊത്തം കേട്ടോ. രസമുണ്ട്. പക്ഷെ ഇതൊന്നും തൊടാൻ പറ്റില്ലേ, ഇവർ മരുന്നടിച്ച് പോയിട്ടുണ്ട്. കണ്ട ശരിക്കും നോക്കി കഴിഞ്ഞാൽ പറ്റും. മറ്റേ എന്തൊരു സാധനം മനസ്സിലാവണില്ലേ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കഴിക്കണ എന്തോ വസ്തുവാണ് ഇത്. മറ്റേ ഞാൻ പറഞ്ഞ കമ്പംകൂട് തന്നെയാണോ എനിക്കറിയില്ലേ, സംശയായി. ആടുകൾ മൊത്തം അവിടെ ചില 100-200 ആടിൻ്റെ മുകളുണ്ടാവും അവിടെ. അതിനും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടൊരു ഫോട്ടോ എടുക്കാം. കുട്ടികള് 3 പേരെ അതിനെ മേയ്ക്കണത്. 10-200 ഉണ്ടാവൂലേ. വലിയൊരു കൃഷിയാണെന്നുണ്ട്, ആട്ടും കൃഷി. ഇതിപ്പോൾ ഇവിടുത്തെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ബസ്സാട്ടാ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ലേ, സ്ത്രീകൾക്ക് മുന്നിൽ സീറ്റ്, അതേപോലെ മറ്റേ ഇവർക്ക് ബാക്കിൽ സീറ്റ്, അങ്ങനത്തെ ഒന്നുമില്ലേ. ഒറ്റ ഡോറിലെ ഈ വണ്ടിക്ക്. അപ്പം
ഒന്നല്ലെങ്കിൽ നടുക്കായിരിക്കും അല്ലെങ്കിൽ സൈഡിലായിരിക്കും അല്ലേ. സ്ത്രീകൾ മുന്നിലും സൈഡിലും ഫ്രണ്ടിലും അല്ലാതെ ഇരിക്കുന്ന സ്ത്രീകൾ. ചില വണ്ടിയുള്ള ഫ്രണ്ടിലായിരിക്കും ഡോറ്. അതായത് മറ്റേ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പോലെ ഫ്രണ്ടിൽ ഒരു ഡോർ ഉണ്ടാവും. ഇതിൻ്റെ നടുക്ക വേറെ വണ്ടിയുള്ള അതിന് ഞാൻ കാണിച്ചാലടാ വരുമ്പോൾ കാണാം. ഫ്രണ്ടിൽ മാത്രം ഡോറായിട്ട്. നമ്മളവിടുത്തെ പോലെ 2 ഡോറ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ. വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര എന്താ പറയുക പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ഏരിയ പോലെ തോന്നുക. ഈ സാധനമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആ റോഡിൻ്റെ അറ്റം തൊട്ടിട്ട് ഈ അറ്റം വരെ അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കി നോക്കാം. റോട്ടിൽ ഉണക്കാൻ വെച്ചിട്ടുള്ളത് വണ്ടി കയറി പോയില്ലേ. ഇതിന് മുകളിൽ വണ്ടിയും പോണ്ടില്ല. എന്തിനും ഉപയോഗിക്കണത് അറ്റം വരെ ഉണ്ട്. എന്തൊരു സാധനമാണത്. അറിയാവുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തൊരു സാധനം ഒന്നും മനസ്സിലാവണില്ലേ. ചൊണ്ണലു ആര് ചൊല്ലോണ്ടു. ചൊണ്ണലു എന്നാ അതിൻ്റെ പേര്. ചൊണ്ണലു. ചേച്ചി ഇതെവിടെ നടക്കി നടക്കുന്നത്. ഈ ചൊണ്ണല് എന്തിനും ഉപയോഗിക്കാന്ന് അറിയാം. കുറെ ഉണ്ട് ഇവിടെ. ദാസുകളൊക്കെ നോക്കി. ചൊണ്ണലു തെലുങ്ക് അറിയാൻ കാരണം പെട്ടുപോയി. ഹിന്ദിയിലൊന്നും ചോദിക്കാൻ ഞാൻ ചേച്ചിക്കിട്ട് അറിയണ്ടാവില്ലേ. എല്ലായിടത്തും അതിൻ്റെ വെള്ളയാണത്. ഒരു മണല അതിൻ്റെ വൈറ്റ്. നമ്മൾ കണ്ട ചൊണ്ണലുവിൻ്റെ വൈറ്റ് കളറാണ് ആ കിടക്കണത്. ചൊണ്ണല് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആരോട് ചോദിക്കുക. അറിയാവുന്ന എല്ലാവരോടും ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വണ്ടിയുടെ ഒരു സൈഡ് ഡോറിനാവുള്ളത് ആചാരാണ്. ലെഫ്റ്റ് സൈഡ് പിടിച്ചു. ഫ്രണ്ടിൽ അതിൻ്റെ ഡോറ് ഫ്രണ്ട് സൈഡിൽ നമ്മൾ നല്ല ടൂറിസ്റ്റ് ബസ് പോലത്തെ ഒറ്റ വഴിക്ക് കയറാൻ പറ്റുള്ളൂ, ഒറ്റ വഴിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. തെലുങ്കാന സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് ബസ് കണ്ട ഒറ്റ സൈഡ് ഡോറുള്ളൂ. ഇപ്പം നമ്മളെ ഒരു പുഴ ക്രോസ് ചെയ്യും. ആ പുഴയുടെ പേരാണ് ഗോദാവരി പുഴ. വലിയ പുഴ. ആ മോനെ ഇതിൻ്റെ സൈഡിൽ നിറച്ചും കൃഷി ഉണ്ട് കേട്ടോ. ആളെ ഇതൊക്കെ കൃഷി സ്ഥല. ഗ്രാമഭംഗി നോക്കി. ഇവിടെ മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ശ്രീരാമനും മറ്റേ ഹനുമാനും ഇവിടുത്തെ മെയിൻ ദൈവം. അവിടുത്തെ വീടുകൾ നോക്കി. തല്ലിട്ടണോ കണ്ടോ. ഭയങ്കര ഒരു ഇത് ഇന്ത്യയിലാണ് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റും. എനിക്ക് വണ്ടി ഒറ്റ വരെ പോണ്ട പട്ടികളുണ്ട്. മെയിനായിട്ട് ഓരോ വീട്ടിൽ ഓരോ പട്ടികൾ വളർത്തും. എന്തിനാ അറിയൂ. മരത്തിൻ്റെതൊക്കെ ആട്ടും കൂടാൻ തോന്നുന്നുണ്ട്. ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മരം. ചേച്ചി ആൾക്കാർക്ക് ഇതെന്തൊരു സംഭവം. ഇതൊക്കെ ഒരു വീടാട്ടാ. ആ മോനെ ആൾക്കാർക്ക് ഇതൊരു വീടാ, അതൊരു വീടാ, ഇതൊരു വീടാ. ഇതെന്താണ് നാട്ടും കൂടാൻ തോന്നുന്നുണ്ട്. പിള്ളേരുകൾ നാട്ടും കൂടാ തലത്തൊട്ട കാരണന്മാർ. അങ്ങനത്തെ വലിയൊരു ഫോറസ്റ്റ് എന്നല്ല പറഞ്ഞു. മൊത്തത്തിൽ കാട്, ഒരു വറ്റി വരേണ്ട ഒരു ഭൂപ്രകൃതി പോലുള്ള ഒരു
ഇത് കണ്ടോ, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ വീടുകളും ഇതൊക്കെയാ. ആ വീടിൻ്റെ സൈഡിലൊക്കെ മറ്റേ മണ്ണുകൊണ്ട് മരങ്ങൾ വെച്ചിട്ട് മണ്ണുകൊണ്ട് തേമ്പി വീട് സെറ്റ് ചെയ്തിട്ടുള്ള കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ മെയിനായിട്ട്. നമ്മൾ തെലുങ്കാനയിൽ ഓട്ടോറിക്ഷയിൽ ആൾക്കാർ അതിനെ ഉണ്ടായിരുന്നത് ബാക്കിലത്തെ ഡോറ് തുറന്ന് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് കാലിട്ടിട്ടല്ലേ. ഇവിടെ 2 സൈഡ് ഉണ്ടോ, ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ ബാക്കിലത്തെ ഡോറ് തുറന്നിട്ട് വെക്കില്ലാന്ന്, ഉള്ളിൽ തന്നെ 4 പേര് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. हेडलाइट कितले सो 5 लीटर में 1 लीटर में 25 लीटर में 25 ये हेलमेट का कैसा क्या है? इधर में भी लाइट है, लाइट नहीं है। हाँ कैमरा है। हाँ केरला नीचे केरला तमिलनाडु में है। हाँ है सिंगल सिंगल 4-5 days 4-5 days वन साइड 4-5 days one side. आरेपल्ली వచ్చింది लगेज कम है बहुत, सिर्फ ड्रेस है और कुछ नहीं। तो आउटसाइड है ना? हाँ आउटसाइड। GoPro ना అది इंस्टा है फुड एंड एवरीथिंग आउटसाइड हाउ मच इट गेट माइलेज? 25 350 cc or 500 cc? 411 cc हिमालयन। daily how many kilometers will go? 500 600 500 kilometers sir. ഹരിത്രി. അതെ, എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് അറിയില്ല കേട്ടാ. ഞാൻ കാര്യം പറയട്ടെ, ഹെൽമെറ്റിന് അത് സൺഗ്ലാസ് വയ്ക്കുമ്പില്ലേ, ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ താഴ്ത്തിക്ക് ഇറങ്ങിയേ മൂക്കിന് തുമ്പത്തിക്ക് അത് പറഞ്ഞാവും. പിന്നെ ഈ സൺഗ്ലാസ് തന്നെ വെച്ചിട്ട് ചെവിയുടെ ഈ 2 സൈഡും ഭയങ്കര വേദനയാണ്. ഇതെൻ്റെ മാത്രം പ്രശ്നമാണോ അതോ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് വെക്കുമ്പോൾ ഇതിങ്ങനെ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയട്ടാ. ഇത് കുറച്ച് നേരം ഈ സൺഗ്ലാസിനോട് വലിയ കൊല്ലടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വയ്ക്കുന്നത് വലിയൊരു ശല്യം എന്ന് പറഞ്ഞ പോലെ. നമ്മളിപ്പോൾ നാഗ്പൂർ എത്താറായി, 12 കിലോമീറ്റർ കൂടി ഉള്ളൂ. അരമണിക്കൂർ ട്രാവലിംഗ് ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പോവാം. അതായിരിക്കും ഒരു നല്ലൊരു കാര്യം. നല്ല ക്ഷീണമായി തുടങ്ങി, പനിയാണെങ്കിൽ കുറയാൻ കുഴപ്പമില്ല, ജലദോഷമാണ് ഈ പറഞ്ഞ പോലെ നിൽക്കുന്നത്. അപ്പോൾ റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഭയങ്കര റെസ്റ്റാവും. 3-4 ദിവസം 2-3 ദിവസമായിട്ട് 600-500 കിലോമീറ്റർ വെച്ചിട്ട് ഓടിക്കുന്നത്. അപ്പം അതുകൊണ്ട് റെസ്റ്റ് എടുത്ത് പോകാൻ നല്ലത്. ഓക്കെ, ഇവിടുന്ന് 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ എയർപോർട്ടിലേക്ക്, നാഗ്പൂർ എയർപോർട്ടിലേക്ക്. അവിടെ ടൗണിലേക്ക് 11 കിലോമീറ്ററും. നമ്മൾ 12 കിലോമീറ്റർ ലൊക്കേഷനിൽ കാണിക്കണത്. അപ്പോൾ നോക്കി നോക്കാം, ടൗണ് വിട്ടിട്ട് പറ്റിക്ക് എടുക്കാം റൂം, അല്ലെങ്കിൽ അവിടെ തന്നെ ആയിട്ട് നമുക്ക് എടുക്കാം ടൗണിൽ തന്നെ. പരമാവധി ടൗണ് കയറാണ്ട് നോക്കണ്ട് ഞാൻ. ഇപ്പോൾ എന്തൊരു അവസ്ഥ അറിയില്ലേ. മെട്രോ സ്റ്റേഷനാട്ടത് ഇവിടുത്തെ പോണു. മെട്രോ അല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ട്രെയിൻ പോണു. ട്രെയിൻ കയറ്റം കയറി പോണ്. ആ മെട്രോ ട്രെയിൻ
എടാ താഴത്തുനിന്ന് മുകളിലേക്ക് ഏതോ മെട്രോൻ്റെ പാലം. സംഭവം നാഗ്പൂര് വലിയ ടൗണൊക്കെ സിറ്റിയൊക്കെയാണ്. പക്ഷെ പറയാവുന്ന അത്ര തിരക്കൊന്നും എനിക്ക് കാണാനില്ല. ഇനിയിപ്പോൾ ഞാൻ വന്ന വഴിയുടെ ഇതായിട്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ തിരക്കില്ലാത്ത വഴി കൂടെ ആവും എൻ്റെ മാപ്പ് ഞാൻ ഇട്ടിട്ടുള്ളത്. ബ്ലോക്കിലാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു മേ ബി അതിൻ്റെ ആയിരിക്കും തിരക്ക് ഭയങ്കര കുറവായിട്ട് തോന്നുന്നത്. മറ്റേത് നമുക്ക് സാധാരണ ഗതിയിൽ ഭ്രാന്താവും. ഇവിടെ വരെ ഇലക്ട്രിക് ബസ്സാക്കി. അതൊക്കെ 1 2 കുട്ടി ബസ്സാ.